തിരുസഭയുടെ വിശ്വാസധാരയിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു ഭക്തിയാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സവിശേഷമായ ഭക്തി. കാൽവരിയിലെ കുരിശിൽ ഈശോയുടെ തിരുഹൃദയം പിളർക്കപ്പെട്ടപ്പോൾ ആരംഭിച്ചതാണ് ഈ ഭക്തി. 17-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ദർശനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ തിരുസഭയിലെ മഹാരഥന്മാരായ പല വിശുദ്ധരെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെ ദൃശ്യം വലിയ തോതിൽ സ്വാധീനിച്ചിരുന്നു. ഈശോയുടെ തിരുഹൃദയ ഭക്തിക്ക് പിന്നിലുള്ള ദൈവികമായ ഇടപെടലുകൾ നമുക്കിന്ന് വിചിന്തന വിഷയമാക്കാം. 1900-1153 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന തിരുസഭയിലെ വലിയ പുണ്യവാനും വേദപാരംഗതനുമായ വിശുദ്ധ ബർണാഡ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി പാരവശ്യത്തിൽ ഇപ്രകാരം പറഞ്ഞു: ഒരുവൻ സ്വഭവനം ഉപേക്ഷിച്ച് ഈശോയുടെ തിരുഹൃദയത്തിൽ വാസസ്ഥാനം കണ്ടെത്തുന്നത് എത്ര ആനന്ദദായകം! വലിയൊരു നിധിശേഖരവും അതിലെ വിലമതിക്കാനാവാത്ത മുത്തുമാണ് ഈശോയുടെ തിരുഹൃദയം. അതിനെ സ്വന്തമാക്കാനായി എനിക്കുള്ളതെല്ലാം ഞാൻ ത്യജിക്കും. വേദപാരംഗതനും ദൈവശാസ്ത്രജ്ഞനും തത്വചിന്തകനും മാലാഖയ്ക്കടുത്ത വിശുദ്ധിയുടെ ഉടമയുമായ വിശുദ്ധ ബൊനവഞ്ചർ കർത്താവിന്റെ തിരുഹൃദയത്തെ ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞു: അങ്ങയുടെ തിരുഹൃദയവുമായുള്ള ഐക്യം സാധിക്കുന്ന ആത്മാവ് അനുഭവിക്കുന്ന മാധുര്യം എത്രയോ ഉന്നതമാണ്. അഗസ്റ്റീനിയൻ സന്യാസിയായ വിശുദ്ധ തോമസ് വില്ലനോവ പറഞ്ഞത് ഇപ്രകാരമാണ്: തന്റെ ഇണയെ നഷ്ടപ്പെട്ട മാടപ്രാവിനെ പോലെ സഭ കരയുകയാണ്. തന്റെ പ്രിയന്റെ ഹൃദയമാണ് ദുഃഖാർത്ഥിയായ ഈ മാടപ്രാവിന്റെ കൂട്. തിരുമുറിവുകളിലൂടെ അവൾ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കടക്കുകയും ആ തിരുഹൃദയത്തിൽ വിശ്രമവും സുരക്ഷിതത്വവും കണ്ടെത്തുകയും ചെയ്യും. ജർമ്മൻ സന്യാസിനിയും മിസ്റ്റിക്കുമായിരുന്ന വിശുദ്ധ ജർത്രൂദും മറ്റൊരു ജർമ്മൻ സന്യാസിനിയായിരുന്ന വിശുദ്ധ മെറ്റിൽഡയും വേദപാരംഗതയും മിസ്റ്റിക്കുമായിരുന്ന സിയന്നയിലെ വിശുദ്ധ കാതറീനും ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിച്ചപ്പോൾ അളവറ്റ ആന്തരികാനന്ദം അനുഭവിച്ചവരാണ്. ഈശോയുടെ തിരുഹൃദയത്തിന് വിശുദ്ധ ജർത്രൂദിനോട് പ്രത്യേക ഒരു മമത ഉണ്ടായിരുന്നു. തന്റെ ആരാധ്യ ഹൃദയത്തോടുള്ള ഒരു ജ്വലിക്കുന്ന സ്നേഹം അവിടുന്ന് അവളിൽ ആളിക്കത്തിച്ചു. വിശുദ്ധ ജോൺ യൂഡ്സ്, ഫ്രഞ്ച് വൈദികനും 2 മിഷണറി സമൂഹങ്ങളുടെ സ്ഥാപകനും ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കാൻ അങ്ങേയറ്റം ശ്രമിച്ച ഒരു വിശുദ്ധനുമായിരുന്നു വിശുദ്ധ ജോൺ യൂഡ്സ്. ഒരിക്കലും വേർപിരിയാൻ സാധിക്കാത്ത വിധം അത്രമേലൊന്നായിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് സംസാരിക്കുക അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു. 1659 അദ്ദേഹം തിരുഹൃദയ വണക്കത്തിനായുള്ള ഒരു കുർബാനക്രമം രൂപപ്പെടുത്തുകയും അത് ഉപയോഗിക്കാനുള്ള അനുവാദം നേടുകയും ചെയ്തു. ഒരു ദിവസം ആഴമായ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ വിശുദ്ധ ലൂട്ട്ഗാർഡിന് ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഈശോ അവൾക്ക് തന്റെ ദിവ്യ സാന്നിധ്യവും സ്നേഹവും അനുഭവിക്കാൻ കൃപ നൽകി. അപ്പോൾ ലോകത്തിലെ യാതൊരു സമ്മാനവും ആഗ്രഹിക്കാതെ ഈശോയോട് ഒരപേക്ഷ മാത്രം അവൾ നടത്തി: കർത്താവേ, എനിക്ക് നിന്റെ ഹൃദയം തരണമേ. അതിനുത്തരമായി ഈശോ പറഞ്ഞു: ഞാൻ നിനക്ക് എന്റെ ഹൃദയം തരാം, പകരം നീ നിന്റെ ഹൃദയം എനിക്ക് തരിക. ഈ ആത്മീയ അനുഭവത്തിൽ ഈശോയുടെയും ലൂട്ട്ഗാർഡിസിന്റെയും ഹൃദയങ്ങൾ പരസ്പരം കൈമാറപ്പെട്ടതായി അവൾ അനുഭവിച്ചു. ഇതൊരു ശാരീരിക സംഭവമല്ല, മറിച്ച് ദൈവസ്നേഹത്തോടുള്ള പൂർണ്ണ ഐക്യത്തിന്റെ പ്രതീകമായിരുന്നു. തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ പാരേലെ മോണിയായിൽ താമസിച്ചിരുന്ന വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷപ്പെട്ട് 12 വാഗ്ദാനങ്ങൾ നൽകി. സ്നേഹത്താൽ ജ്വലിക്കുന്നതും മുകളിൽ കുരിശും ചുറ്റും മുള്ളുകളുമുള്ള
ഒരു തിരുഹൃദയമാണ് ഈശോ വിശുദ്ധയ്ക്ക് കാണിച്ചു കൊടുത്തത്. വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് ലഭിച്ച ഈ സ്വർഗീയ സന്ദേശം ധന്യൻ കദളിക്കാട്ടിൽ മത്തായിച്ചനിൽ മുളയെടുത്തിരുന്ന തിരുഹൃദയ ഭക്തിക്ക് ആക്കം കൂട്ടി. ഈശോയുടെ തിരുഹൃദയ മഹത്വവും സാധുജന സേവനവും ലക്ഷ്യമാക്കിയുള്ളതും തിരുഹൃദയ നാമത്തിൽ അറിയപ്പെടുന്നതുമായ ഒരു സന്യാസിനി സമൂഹത്തിന് രൂപം നൽകാൻ ബഹുമാനപ്പെട്ട മത്തായി അച്ഛൻ പ്രയത്നം തുടങ്ങി. ദൈവഹിതം അറിയാനായി ദിനരാത്രങ്ങൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 1911 ജനുവരി 1 ധന്യൻ കദളിക്കാട്ടിൽ മത്തായിച്ചനിലൂടെ തിരുഹൃദയ സമൂഹത്തിന് രൂപം നൽകി. ഈ തിരുഹൃദയ മാസത്തിൽ നമുക്കും ഈശോയുടെ തിരുഹൃദയത്തോട് ഭക്തിയുള്ളവരാകാം. അവിടുന്ന് നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാം.